വാർത്തകൾ വിശദമായി. കേരള സ്റ്റോറി 2 വിവാദത്തിൽ നിർമ്മാതാക്കൾക്ക് ഹൈക്കോടതി നിർദ്ദേശം. ടീസർ പിൻവലിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം. കേരള സ്റ്റോറി 2 സിനിമ ഹൈക്കോടതി കാണും. അനുമതി ഇല്ലാതെയാണ് ടീസർ പുറത്തിറക്കിയത് എന്നതാണ് സെൻസർ ബോർഡിന്റെ വാദം. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, ഹൈക്കോടതി ചിത്രം കാണുമെന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കേരള സ്റ്റോറി വിവാദത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ്. ഹൈക്കോടതി തന്നെ ഈ സിനിമ നേരിട്ട് കാണുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനമായും ഈ കേരള സ്റ്റോറി സിനിമ കോടതി കാണും. നാളെ വൈകിട്ട് സിനിമ കാണുമെന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും ഈ കോടതി ചൂണ്ടിക്കാണിച്ച കാര്യമെന്ന് പറയുന്നത് യഥാർത്ഥ സിനിമ അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള കഥയാണെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക അവഗണിക്കാൻ സാധിക്കില്ല എന്നടക്കം തന്നെ കോടതി വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമായും ഈ 17-ാം തീയതി ഈ ടീസർ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളടക്കം ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ കേരളത്തിലെ ജനങ്ങളെ അപ്പാടെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള ഒരു ടീസർ ആയിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉടലെടുക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിനെതിരെയാണ് പിന്നീട് കണ്ണൂർ ചിറ്റാരപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള ശ്രീദേവ് നമ്പൂതിരിയാണ് ചിത്രത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് ഈ സെൻസർ ബോർഡിനടക്കം തന്നെ പിന്നീട് ഹൈക്കോടതി നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് വീണ്ടും ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കേസ് പരിഗണിച്ച ഹൈക്കോടതി വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സാധാരണയായി ഇത്തരം ഹർജികളിൽ ഒന്നും തന്നെ തങ്ങൾ ഇടപെടാറില്ല. പക്ഷേ കേരള സ്റ്റോറി എന്ന പേര് അതാണ് ഇതിന് കാരണം. കേരളത്തിലെ ജനങ്ങളെ അവഗണിക്കുന്ന രീതിയിലുള്ള ഒരു ടീസറാണ് പുറത്തു വന്നിരിക്കുന്നത്. ജനങ്ങളുടെ ആശങ്ക പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണുമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ ടീസർ പിൻവലിക്കാനും ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ടീസർ പിൻവലിക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും സെൻസർ ബോർഡ് അടക്കം തന്നെ കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ടീസർ തങ്ങളുടെ അനുമതി ഇല്ലാതെയാണ് ടീസർ പുറത്തിറക്കിയതെന്നാണ് സെൻസർ ബോർഡ് കോടതിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടീസർ പിൻവലിക്കണം എന്നൊരു ആവശ്യം കൂടി ഹൈക്കോടതി മുന്നോട്ട് വെക്കുന്നു. ഈ ആവശ്യം ഇപ്പോൾ സെൻസർ ബോർഡ് അംഗീകരിച്ചിട്ടുണ്ട്. ടീസർ പിൻവലിക്കാമെന്നാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ സെൻസർ ബോർഡ് അടക്കം തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ വിവാദ ചിത്രമായിട്ടുള്ള കേരള സ്റ്റോറി 2-ന് പ്രദർശനാനുമതി നൽകരുതെന്നും സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കണ്ണൂർ ചിറ്റാരപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള ശ്രീദേവ് നമ്പൂതിരി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും അദ്ദേഹം ഉന്നയിക്കുന്ന ആവശ്യമെന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ ജനങ്ങളെ ആകെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്നതാണ് കേരള സ്റ്റോറി എന്നും കൂടാതെ തന്നെ കേരളം വർഗീയതയുടെയും മതപരിവർത്തനത്തിന്റെയും നാടെന്ന് പ്രചാരണം നടത്താനാണ് സിനിമയിലൂടെ ശ്രമിക്കുന്നതെന്നുമായിരുന്നു ഹർജിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൽ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഈ സിനിമയിലൂടെ പറയുന്നതെന്നായിരുന്നു ഈ നിർമ്മാതാക്കളടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം. ഇത് യഥാർത്ഥ സംഭവമാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയായിരുന്നു ഈ നിർമ്മാതാക്കളടക്കം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നടന്ന സംഭവമാണ്, രാജ്യത്ത് നടന്ന സംഭവമാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം അടക്കം കണ്ടതാണ്. പക്ഷേ നമ്മളും ജീവിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവം നമ്മളും കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഹർജിയിലടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ചിത്രത്തിൽ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഈ ആരോപണം ഉന്നയിക്കുന്നവർ അത് തെളിയിക്കണമെന്നും ഈ കാര്യങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കള്ളമാണെന്ന് തെളിഞ്ഞാൽ എന്നേക്കുമായി തന്നെ ചലച്ചിത്ര നിർമ്മാണം നിർത്തുമെന്നുമായിരുന്നു ഈ സംവിധായകരടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന കാര്യം. ഇതിനെതിരെ അടക്കം തന്നെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യം. ഈ 17-ാം തീയതി ഈ ടീസർ വന്നതിന് പിന്നാലെ തന്നെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു ഉടലെടുത്തിട്ടുണ്ടായിരുന്നത്. നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നു, ഈ പ്രണയം എന്ന പേരിൽ തെറ്റായി അല്ലെങ്കിൽ പ്രണയം എന്ന പേരിൽ ചതിക്കുഴിയിൽ സ്ത്രീകളെ വീഴ്ത്തുന്നു, ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ചു പോയൊരു ഹിന്ദു യുവതി അവളെ പിന്നീട് നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന രംഗം, അതെല്ലാം തന്നെയായിരുന്നു ടീസറിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇതിനെതിരെയായിരുന്നു പിന്നീട് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉടലെടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ കേരള സ്റ്റോറി 1-നെതിരെയും സമാനമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധം ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് നാഷണൽ അവാർഡ് അടക്കം തന്നെ സിനിമയ്ക്ക് ലഭിക്കുന്നതടക്കം വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരള സ്റ്റോറി 2 എന്ന ഈ ചിത്രത്തിന്റെ ടീസർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. 27-ാം തീയതിയായിരുന്നു ചിത്രത്തിന്റെ റിലീസ് അടക്കം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നാളെ ഇപ്പോൾ ഈ ടീസർ പിൻവലിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ ഹൈക്കോടതി തന്നെ നേരിട്ട് ഈ സിനിമ കാണുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സിനിമ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. ഒരു തരത്തിലും ജനങ്ങളുടെ ആശങ്ക അല്ലെങ്കിൽ ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ച ശേഷം മാത്രം
മാത്രമായിരിക്കും ഇതിലൊരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു നടപടി സ്വീകരിക്കുക എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ശരി, കേരള സ്റ്റോറി 2 വിവാദത്തിലാണ് നിർമ്മാതാക്കൾക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. ടീസർ പിൻവലിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കേരള സ്റ്റോറി 2 സിനിമ ഹൈക്കോടതി നാളെ കാണും. അനുമതിയില്ലാതെയാണ് ടീസർ പുറത്തിറക്കിയത് എന്നതാണ് സെൻസർ ബോർഡിന്റെ വാദം. വിനയ രാജാണ് വിവരങ്ങൾ നൽകിയത്.